അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. ചടങ്ങിൽ പങ്കെടുക്കും എന്നതടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നതാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. വിഷയത്തിൽ പാർട്ടി നിലപാടിനെതിരായ പരസ്യ പ്രതികരണങ്ങൾ കോൺഗ്രസ് വിലക്കാനും സാധ്യതയുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, എന്തായാലും ഈ AICC പോലും കൺഫ്യൂഷനിലായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നും കൊണ്ടാണ് അവർ ഏകദേശം ഒരു തീരുമാനം ഉണ്ടാക്കിയതും എന്തായാലും പ്രതിഷ്ഠാ ചടങ്ങിൽ പോകണ്ട എന്ന് തീരുമാനിച്ചതും. പക്ഷേ അപ്പോഴും ആവർത്തിച്ചിരുന്നത്, ഈ ഹിമാചലിലെ മന്ത്രിമാരടക്കം ആവർത്തിച്ചിരുന്നത് തങ്ങൾ പോകും, ഹിന്ദുക്കളാണ്, ഇത് മറ്റൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ്. എന്തായാലും ഈ പരസ്യ പ്രതികരണം പാടില്ല എന്നുള്ള വിലക്കൊക്കെ വരാൻ സാധ്യതയുണ്ടോ AICCയുടെ ഭാഗത്തു നിന്ന്? അനു, ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ച ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് AICCയുടെ നിർദ്ദേശം പുറത്തു വന്നിട്ടും അതിനെതിരെ നേതാക്കൾ രംഗത്ത് വരുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച. കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നേക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിച്ച സാഹചര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം എതിരാളികൾ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് വലിയ പ്രചരണം നടത്തുന്നു എന്നുള്ളത് ആരോപണം KPCCയുടെ ഭാഗത്തു നിന്നടക്കം ഇതിനോടകം ഹൈക്കമാൻഡിനുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ഹിമാചൽ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ ഹിമാചലിലെ പബ്ലിക് വർക്ക് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. വിക്രമാദിത്യ സിംഗ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ്. ഇതിനെല്ലാം പുറമെ ഗുജറാത്ത് PCC വർക്കിംഗ് പ്രസിഡന്റും ഈ ഹൈക്കമാൻഡിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കമാൻഡ് നിലപാട് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഗുജറാത്തിലെ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതിനെല്ലാം പുറമെ ഹിമാചൽ മുഖ്യമന്ത്രി അദ്ദേഹം സുഖ്ദേവ് സിംഗ് സുഖു അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ശ്രീരാമൻ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതിനാൽ തന്നെ ആര് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം അവിടെ പങ്കെടുക്കുമെന്നുള്ള നിലപാട് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെല്ലാം പുറമെ ഈ വിക്രമാദിത്യ സിംഗ് അദ്ദേഹം ഈ ചടങ്ങിൽ ക്ഷണിച്ചതിന് വിശ്വ ഹിന്ദു പരിഷത്തിനോടും RSSനോടും നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. അനേകം ഭാഗ്യശാലികളിൽ ഒരാളാണ് താൻ എന്നുള്ള കാര്യമാണ് വിക്രമാദിത്യ സിംഗ് വ്യക്തമാക്കിയത്. ഇങ്ങനെ ഓരോ നേതാക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അദ്ദേഹം ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനോട് അനുകൂലമായൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ നേതാക്കളും പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം AICC പുറത്തിറക്കിയ AICCയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ പല നേതാക്കളും അതിനെതിരെ രംഗത്ത് വരുവാനുള്ള സാധ്യത ഇനി കൂടുതലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഇത്തരം പരസ്യ പ്രതികരണങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഹിന്ദി ഹൃദയഭൂമിയിൽ അവർക്ക് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാകുന്നു. ഇതിനെല്ലാം ഉപരി തന്നെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ശ്രീരാമൻ, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ പോകരുത് എന്ന് പറയുവാൻ, അല്ലെങ്കിൽ അതിനെ വിലക്കേർപ്പെടുത്തുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ആ നീക്കങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ ഒരു ഭാഗം നേതാക്കളുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടും. എന്നാൽ തെക്കോട്ട് സൗത്തിലേക്ക് വരുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് അടക്കം വലിയ സമ്മർദ്ദമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന്. അങ്ങനെ ഉണ്ടായാൽ അത് മുസ്ലിം ലീഗ് അടക്കം അത് അവർക്ക് തിരിച്ചടിയാകും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ഇനി അത് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പം ചേക്കേറുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഇത്തരമൊരു സന്ദർഭത്തിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നത് അത് വലിയ തിരിച്ചടിയാകും, മുന്നണി സംവിധാനത്തെ അത് ബാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് കേരളത്തിലെ അടക്കം കോൺഗ്രസ് നേതാക്കൾ നടത്തി. അത്തരമൊരു വിലയിരുത്തലാണ് AICCയുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാലിലൂടെ ഹൈക്കമാൻഡിലേക്കും ഇത്തരമൊരു നിലപാടാണ് എത്തിച്ചിരിക്കുന്നത്. വയനാട്ടിൽ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും.
ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം അനൌദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അത് ഔദ്യോഗികമായി തന്നെ ഇനി അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അനു, തീർച്ചയായും തൃശങ്കൂലായി കോൺഗ്രസ് എന്ന് നിസ്സംശയം പറയേണ്ടി വരുന്നു നന്ദൻ. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഈ 3 സംസ്ഥാനങ്ങളിലെ PCCകളാണ് തുടക്കം മുതൽ തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിന്നത്. അത് AICCയും ഒരുപക്ഷെ ഈ PCCകളും ആരും പരസ്യമായി അംഗീകരിച്ചില്ലെങ്കിൽ കൂടിയും ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നുവോ AICCക്ക്? തീർച്ചയായിട്ടും AICC ദക്ഷിണേന്ത്യൻ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള PCCകളുടെ സമ്മർദ്ദത്തിന് AICC വഴങ്ങിയാണ് ഇത്തരമൊരു നിലപാടെടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യം ഈ മല്ലികാർജുന ഖാർഗെക്കും അതേപോലെ തന്നെ സോണിയാഗാന്ധിക്കും അധീർ രഞ്ജൻ ചൗധരി എന്നീ നേതാക്കൾക്ക് അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നേരിട്ട് അവരെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ ക്ഷണം അവര് അപ്പോൾ തന്നെ നിരസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീടാണ് ഈ ചടങ്ങ് ബഹിഷ്കരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്. എന്നാൽ ഈ ഹൈക്കമാൻഡിന്റെ ആ നിലപാടിനെ പരസ്യമായി തന്നെ ചോദ്യം ചെയ്ത് ഈ വിക്രമാദിത്യ സിംഗ് അടക്കമുള്ള കോൺഗ്രസിലെ യുവ നേതാക്കളടക്കം രംഗത്ത് വരുന്നത് അത് അവർക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതും, ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ വലിയ രീതിയിൽ ആരാധ്യ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ഏതാണ്ട് 5000 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന വലിയ ബൃഹത്തായ ഒരു പരിപാടി. ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. അതിനുപരിയുള്ള വലിയ രീതിയിലുള്ള ആഘോഷമാണ്, കൈമേയ് മറന്നുള്ള വലിയ ആഘോഷമാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു മതത്തിന്റെ വികാരമോ അല്ലെങ്കിൽ ഒരു ജാതിയുടെ വികാരമോ ഒന്നും തന്നെ ഉണർത്താതെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് 22-ാം തീയതി നടക്കുന്നത്. അങ്ങനെ ആ ഒരു ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുവാൻ വേണ്ടി ഈ മുസ്ലിം പാർട്ടികളുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാലും. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.